ഡോക്ടർ മോഹൻ വർഗീസ്, സംസ്ഥാന വ്യാപകമായി എല്ലായിടത്തും BJP 1, 2, 3 ചുവടുകളൊക്കെ കൃത്യമായി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ചിലയിടത്ത് ഏറ്റവും പ്രധാന പ്രതിപക്ഷമായിട്ടുണ്ട്, ചിലയിടത്ത് ചുരുങ്ങിയ വോട്ടുകൾക്ക് തോറ്റ കാരണത്താൽ അല്പം പിന്നിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടത്ത് ഭരണം കൈയാളുന്ന നിലയിലേക്ക് ഉയർന്നു നിൽക്കുകയാണ് BJP. ഈ BJPയുടെ സാമൂഹികമായ ഇടപെടലുകളാണോ അവരുടെ ഈ കുതിപ്പിന്? പതിയെ തുടങ്ങിയെങ്കിലും പിന്നീട് അങ്ങോട്ടൊരു വലിയ കുതിച്ചുചാട്ടമായിരുന്നല്ലോ. സാമൂഹികമായ ഇടപെടലുകളാണോ അതിൽ നിർണായകമായത്? ശ്രീകൃഷ്ണരാജ്, 1980 ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചത് മുതൽ കൃത്യമായ ഇടവേളകളിൽ BJP അതിന്റെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചതായി കാണാം. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെ BJPക്ക് പരമ്പരാഗതമായി ആഴത്തിൽ വേരോട്ടമുള്ള ഇടങ്ങളിൽ ഒരു ജൈവികമായ വളർച്ചയാണ് കൈവരിച്ചത്. അത് ഇന്ന് കോർപ്പറേഷൻ ഭരണത്തിൽ എത്തി നിൽക്കുന്നു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഒരുപക്ഷെ 101 അംഗ കോർപ്പറേഷനിൽ 50 സീറ്റുമായി ഭരണത്തിലേക്ക് അടുക്കുകയാണ്. അതേസമയം തിരുവനന്തപുരത്ത് ലഭിച്ചതുപോലെ ഒരു ജൈവികമായ വളർച്ച എല്ലായിടത്തും ഒരുപോലെ ലഭിച്ചു എന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാണിക്കാനും ആവില്ല. യഥാർത്ഥത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ അഭിമാനകരമായ നേട്ടം കൈവരിച്ചു. കോർപ്പറേഷൻ മത്സരിച്ച് വിജയിച്ച പ്രതിനിധി നമ്മളോടൊപ്പം പാനലിലുണ്ട്. 13 സീറ്റുകൾ, 7 നിന്നും 13 സീറ്റിലേക്കുള്ള വളർച്ച. അതുപോലെ അപ്രതീക്ഷിതമായ BJPയുടെ വളർച്ച കണ്ട മറ്റൊരു കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ. അതുപോലെ 26 പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അല്ലെങ്കിൽ ഭരണത്തിലേക്ക് വരുന്നു. എന്ന് മാത്രമല്ല 2 നഗരസഭകൾ, കഴിഞ്ഞ പ്രാവശ്യവും 2020 2 നഗരസഭകളാണ്, പാലക്കാടും പന്തളവും. ഇപ്രാവശ്യം പാലക്കാടും തൃപ്പൂണിത്തുറയും. അപ്പൊ അങ്ങനെ BJPക്ക് മൊത്തത്തിൽ ഒരു പാൻ കേരള അടിസ്ഥാനത്തിൽ ഒരു വികസനമുണ്ടായി എന്ന് പറയാം. പക്ഷെ യഥാർത്ഥ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു ബെഞ്ച് മാർക്കായി എടുത്തുകൊണ്ട് പരിശോധിച്ചാൽ ലേശം പിന്നോട്ട് പോയതായി പ്രഥമ ദൃഷ്ട്യാ തോന്നാം. കാരണം ഇവിടെ വേറൊരു നറേറ്റീവാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഒരു ചിത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, ഇടതുപക്ഷത്തിനടുത്തിൽ വേരോട്ടമുള്ള തദ്ദേശ മണ്ണാണ്. അവരുടെ അണികൾ പ്രത്യേകിച്ച് ഭരണം കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ പല ക്ഷേമ പദ്ധതികളിലൂടെയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. കാരണം ഒരു ഇൻകംബൻസി അഡ്വാൻറ്റേജ് ഇല്ലാതെ. അപ്പോൾ പിന്നെ BJPക്ക് ലഭിക്കുന്ന ഏക ഓപ്ഷൻ സാമൂഹികമായ ഇടപെടലുകളുണ്ട്. നോക്കൂ, സാമൂഹികമായ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ ഈ സാംസ്കാരിക ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന കക്ഷിയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി. അതോടൊപ്പം തന്നെ സാമൂഹികമായ ചില ഇടപെടലുകൾ, മറ്റ് ലോക്കൽ ഫാക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ, മുനമ്പം വിഷയമായിക്കൊള്ളട്ടെ, ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് ആചാര സംരക്ഷണത്തിന് വേണ്ടി ശക്തമായ നിലപാടെടുത്തതായിക്കൊള്ളട്ടെ, ഇപ്പോഴിതാ സ്വർണ്ണപ്പാളി വിവാദം വലിയ രീതിയിൽ ആളിക്കെത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ ഭരണപക്ഷത്തെ വിമർശിക്കുന്ന ആ നിലപാടായിക്കൊള്ളട്ടെ, സമയങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ UDF എന്ന പ്രതിപക്ഷം ചെയ്യുന്ന അതേ ആർജവത്തിൽ ചെയ്യാൻ BJP കഴിഞ്ഞു എന്നതിന്റെ എൻഡോഴ്സ്മെന്റ് ആണ്. എവിടെയെല്ലാം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഗവൺമെന്റ് അനുകൂല ഘടനകളെ പരാജയപ്പെടുത്താൻ കഴിയുമോ അവിടെയെല്ലാം BJPക്ക് മേൽക്കൈ ലഭിക്കുകയും, അതേസമയം BJPയേക്കാൾ ശക്തമായി ഇടതുപക്ഷത്തെ കോൺഗ്രസിനാണ് അല്ലെങ്കിൽ UDFനാണ് എതിർക്കാൻ കഴിയുന്നത് എന്ന് വിശ്വസിക്കുന്ന ലഭിക്കുകയും അധികമായ ഒരു ചിത്രം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം നേരെ രണ്ടായി സ്പ്ലിറ്റായി പോയി എന്നല്ല അതിനെ കാണേണ്ടത്. ജനം വളരെ ഇന്റലിജന്റ് ആയി വോട്ട് ചെയ്ത്. അങ്ങനെയാണ് ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ BJPയുടെ തിളക്കമാർന്ന പ്രകടനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരു പ്രതീക്ഷ ജനം കണ്ടെത്തി. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനം ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്ന ഒരു വികസന മുദ്രാവാക്യം. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വലിയ പ്രതീക്ഷയാണ്. ശശി തരൂർ എന്ന മഹാമല്ലനുമായി പോരാടി ഏതാണ്ട് 16,000 വോട്ടോളം വ്യത്യാസത്തിൽ മാത്രമാണ് പരാജയപ്പെടുന്നത്. ലോക്സഭാ മണ്ഡലത്തിൽ അതൊന്നും വലിയ മാർജിനാണെന്ന് കരുതാനാവില്ല. അതുകൊണ്ട് വിജയത്തോളം പോകുന്ന ഒരു പരാജയം. അപ്പൊ ആ നെയിം വളരെ ഫ്ലോട്ടഡായി. അദ്ദേഹം പിന്നീട് സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു. BJP സംഘടനാ ജില്ലകൾ എന്ന പുതിയ രീതിയിൽ ജില്ലകളെ ഉടച്ചു വാർക്കുന്നു. കൃത്യമായി ഓരോ കോർപ്പറേഷൻ ഓരോ ഇടത്തെ കൃത്യമായി ചുമതലക്കാരെ നിർവഹിച്ചുകൊണ്ട് വളരെ നേരത്തെ സ്ഥാനാർത്ഥി നിർണയവും നടത്തി മുന്നോട്ടിറങ്ങുന്ന കാഴ്ചകളുണ്ട്. അതുകൊണ്ട് വിഷയങ്ങളിൽ, ലോക്കൽ വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ, സാംസ്കാരിക വിഷയങ്ങളിലെ പരമ്പരാഗതമായ ഒരു ഇടപെടലുകൾ വീണ്ടും സജീവമായി തുടരുന്നു. പുതിയ വിഷയങ്ങൾ, അഴിമതി വിരുദ്ധത ഉൾപ്പെടെയുള്ള പുതിയ വിഷയങ്ങൾ. BJP നൽകുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അൺടെസ്റ്റഡ് ഒരു ഫോഴ്സ് ആണ്. കേരളത്തിലെ ഒരു അൺടെസ്റ്റഡ് UDFനും LDFനും തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ മാറി മാറി ജനം മാൻഡേറ്റ് കൊടുത്തു.
ഭാരതീയ ജനതാ പാർട്ടിയോ ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന മുന്നണി ഘടകകക്ഷികൾക്കോ ആകെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് അവസരങ്ങളാണ് കിട്ടിയത്. 2001 PC തോമസിന് മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ IFDP സ്ഥാനാർത്ഥിയായി BJPയുടെ പിന്തുണയോടെ വിജയിച്ചു വരാനായി. പിന്നീട് തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയശ്രീലാളിതനാകാൻ കഴിഞ്ഞു 75,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. പിന്നീട് ഉണ്ടായത് രാജഗോപാൽ നേമത്ത് വിജയിച്ചു വന്നതാണ്. പക്ഷെ അപ്പോഴൊക്കെ ഒരു മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിന്റെ പ്രതിനിധി, ലോക്സഭാ നിയമസഭാ മണ്ഡലത്തിന്റെ പ്രതിനിധി എന്നതിനെ ഉപരിയായി ഒന്നും തന്നെ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ ആകെപ്പാട് ലഭിച്ച 2 നഗരസഭാ ഭരണം അത് മാത്രമാണ് കൈ കാണിക്കാറുള്ളത്. പക്ഷേ ഇവിടെ തിരുവനന്തപുരം പോലെയുള്ള ഒരു മഹാനഗരത്തിൽ, കേരളത്തിലെ ഏറ്റവും വലിയ 2 നഗരങ്ങളിലൊന്നാണല്ലോ കോഴിക്കോട്, 3 നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം. തിരുവനന്തപുരം തലസ്ഥാന നഗരം കൂടിയാണ്. അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേന്ദ്ര സർക്കാരുമായി ഉള്ള പ്രത്യേകമായ അടുപ്പം, കേരളത്തിലെ BJP നേതാക്കളും കേന്ദ്രത്തിന്റെ BJP നേതാക്കളും എല്ലാം പരസ്പരം കോർഡിനേറ്റ് ചെയ്താൽ ഡബിൾ എൻജിൻ ഇമ്പാക്ട് ആദ്യമായി പ്രഥമമായി കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഒന്ന്, കേന്ദ്രം നേരിട്ട് പണം പമ്പ് ചെയ്യുന്ന പദ്ധതികൾ ഒരുപക്ഷെ ബോട്ടിൽ നെക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതേസമയം ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്, അത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കൂടുതലായ വികസന പദ്ധതികളായിക്കൊള്ളട്ടെ, അതിന് സമീപമായി പൂവാർ മേഖലയിൽ വലിയ രീതിയിലുള്ള ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഷിപ്പ് ബ്രേക്കിംഗ് ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് സംവിധാനങ്ങൾ, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നയം കൂടിയാണ്. പുതിയ കപ്പൽ നിർമ്മാണശാലകൾ സ്ഥാപിക്കുക തീരപ്രദേശങ്ങളിൽ. അതിന് കേരളത്തിന് തീർച്ചയായും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന പൂവാർ പ്രദേശത്തെ വൻപൻ കേന്ദ്ര നിക്ഷേപത്തിനുള്ള, ഡയറക്റ്റ് നിക്ഷേപത്തിനുള്ള സാധ്യതകൾ വരുന്നു. അതോടൊപ്പം തന്നെയാണ് ഒരു അർബൻ റിന്യൂവബിൾ മിഷന്റെ ഭാഗമായി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനോടൊപ്പം തന്നെ പ്രധാനമാണ് മൊബിലിറ്റി. ട്രിവാൻഡ്രത്തിന് ഏറ്റവും അധികം മൊബിലിറ്റി, ഒരു ലൈറ്റ് മെട്രോയുടെ സാധ്യതകൾ, റെയിൽവേ നെറ്റ്വർക്കിന്റെ, അതിൽ പ്രത്യേകിച്ച് മെട്രോയുടെ സാധ്യതയ്ക്ക് ഉപരിയായി ഇലക്ട്രിക് ബസ്സുകളുടെ ഒരു വലിയ വിസ്ഫോടനം നടത്താനുള്ള സാഹചര്യം ഒരുക്കി വരികയാണ്. അത് കേവലം 3-4 മാസത്തിനുള്ളിൽ തന്നെ ചെയ്തെടുക്കാനും കഴിയും. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനെ നിയന്ത്രിക്കാവുന്ന രീതിയിൽ KSRTC നോഡൽ ഏജൻസിയുമായി കരുതിക്കൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സമയത്ത് തന്നെ കോർപ്പറേഷന് കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഒരു മാറ്റം കൊണ്ടുവന്നപ്പോൾ UDF LDF സംവിധാനങ്ങളിൽ നിന്നും മാറി തിരുവനന്തപുരത്തെ ജനത ഒരു പരീക്ഷണത്തിന് മുതിർന്നപ്പോൾ തങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് നൽകാൻ കഴിയുകയാണ് എന്ന് പറയാൻ സാധിക്കും. അതാണ് ടാൻജിബിൾ ആയ കാര്യം. കാരണം ശ്രീ കൃഷ്ണരാജ്, അധികാരം കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാനാവൂ. പ്രതിപക്ഷത്ത് നിന്ന് വിമർശിക്കുന്നത് ഒരു കാര്യം മാത്രം, പക്ഷെ ഞങ്ങൾക്ക് അധികാരം തരൂ എന്ന് പറയുമ്പോൾ അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു അധികാരം ഇപ്പോൾ BJPക്ക് ലഭിച്ചിരിക്കുന്നു. അത് NDAയുടെ മാത്രമല്ല, BJPയുടെ വോട്ടാണ്. കാരണം NDAക്ക് ഘടകകക്ഷികൾ ആരും തന്നെ പ്രബലരായി ഇല്ല എന്ന് ഓർക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ 3 പാർട്ടികൾ ആണ് BJP, CPM, കോൺഗ്രസ്. അവിടെ പ്രധാനപ്പെട്ട 2 പാർട്ടികളോടൊപ്പം തന്നെ, കാരണം ഘടകകക്ഷികൾ ഇല്ലാത്തത് കൊണ്ട് പൂളപ്പ് ചെയ്യുന്ന വോട്ടുകൾ ഇല്ലാതെ വരുമ്പോൾ BJP ഒറ്റയ്ക്ക് തന്നെ കേരളത്തിൽ NDA എന്ന മുന്നണിയുടെ ഭാരം വഹിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഒരു സിംഗിൾ ഹോഴ്സ് വലിക്കുന്ന ഭാരത്തിന്റെ ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാകാം ഒരുപക്ഷെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു പരിമിതി ഉണ്ടാകുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു ബെഞ്ച് മാർക്കായിട്ട് എടുക്കാൻ കഴിയുമോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. അത് ലോക്കൽ ഫാക്ടേഴ്സ് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയി പരിഗണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളാണ്. ഈ പഞ്ചായത്തിൽ ഇപ്പൊ ലഭിച്ചു എന്ന് പറയുന്ന 15% വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 20% അടുപ്പിച്ച് 19.87%. അതിൽ നിന്നും വളരെയധികം പിന്നോട്ടാണ് എന്ന് തോന്നിയാൽ പോലും യഥാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ ഡിഫറൻറ്റ് ബോൾ ഗെയിമാണ്. വിന്നബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റിലെ 3 നിയമസഭാ സെഗ്മെന്റിലെങ്കിലും കൃത്യമായ വിന്നബിലിറ്റി BJP കണക്ക് കൂട്ടുന്നു. ഒരുപക്ഷെ 4 നിയമസഭാ സെഗ്മെന്റിൽ എങ്കിലും, അതായത് വട്ടിയൂർക്കാവ്, നേമം, അതുപോലെ തന്നെ കഴക്കൂട്ടം നിയമസഭാ സെഗ്മെന്റുകളും, അതേപോലെ തിരുവനന്തപുരം, കാട്ടാക്കട നിയമസഭാ സെഗ്മെന്റിലും ഒക്കെ തന്നെ ശക്തമായ സാന്നിധ്യം, ഒന്നുകിൽ 1ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള വളർച്ച. അതുമാത്രമല്ല, മധ്യ തിരുവിതാംകൂർ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിൽ, കൊല്ലം, ആലപ്പുഴ മേഖലയിൽ വലിയ തോതിലാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ലഭിച്ചത്. അത് ഇടതുപക്ഷത്തെ ശക്തമായ വോട്ടുകളിൽ നല്ലൊരു പങ്ക് BJPയിലേക്ക് ആദ്യമായി തിരിയുകയാണ്. അതിന്റെ അനുരണങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെറിയ തോതിലെങ്കിലും പ്രവർത്തിച്ചു എന്ന് കാണാം. ഇത് കൺവേർട്ട് ചെയ്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട ഒരു വിജയത്തിലെത്തണമെങ്കിൽ ട്രാക്ക് റെക്കോർഡ് വളരെ പ്രധാനമായിട്ട് വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന
തിരുവനന്തപുരം കോർപ്പറേഷനിൽ പഠനപണക്കങ്ങളില്ലാതെ ഏകോപനത്തോടുകൂടി ബ്ലൂ പ്രിന്റിന്റെ സഹായത്തോടെ മാസ്റ്റർ പ്ലാൻ വേണം, ബ്ലൂ പ്രിന്റ് ആദ്യം വേണം, മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. അത് ഒരു ടൈം ലൈനിൽ നിന്നുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. അതുകൊണ്ട് കൃത്യമായ ഒരു പ്രോഗ്രസ് കാർഡ് കാട്ടാം. ആദ്യ 100 ദിവസത്തിനുള്ളിൽ ചെയ്ത് കാട്ടിയ കാര്യങ്ങളുടെ ഒരു പ്രോഗ്രസ് കാർഡ് ഉൾപ്പെടെ ജനങ്ങളെ സമീപിക്കാനുള്ള അവസരവും അന്തരീക്ഷവും ഭാരതീയ ജനതാ പാർട്ടി കൈവന്നിരിക്കുന്നു. അവിടെയാണ് ഒരു പുതുമ എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് അങ്ങയിലേക്ക് വരാം.